ഖുർആനുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ മുഴുകേണ്ടവരാണ് ഓരോ വിശ്വാസിയും. അതിനൊരവസാനമില്ല. കാലാനുസൃതമായ വായനകളാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ നടത്തേണ്ടത്. കാലങ്ങൾ മാറി മാറി വരുമ്പോൾ, പുതിയ ആശയങ്ങൾ കടന്നു വരുമ്പോൾ, പുതിയ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും നടക്കുമ്പോൾ, കാലഘട്ടത്തിനനുസരിച്ച് ഖുർആനിൻ്റെ വായനകൾ നടത്താൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്. അതുകൊണ്ട് കാലാനുസൃതമായ വായനകളാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ നടത്തേണ്ടത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ മക്കാ മണ്ണിൽ അവതരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറബികൾക്ക് മനസ്സിലാവാത്ത പലതും 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രവും ലോകവും വികസിതമായ വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ ആയത്തുകൾ, ആദ്യമായി അവതരിക്കുന്ന ആയത്തുകൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം എന്ന് തുടങ്ങിയ ആയത്തുകൾ അവതരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംവദിക്കുന്നത് എംബ്രിയോളജിയെക്കുറിച്ചാണ് എന്ന് ആ കാലഘട്ടത്തിലുള്ള അറബികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രം ഇത്രത്തോളം വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ വാക്കുകളുടെ അർത്ഥമെന്തായിരുന്നു, ആശയതലങ്ങൾ എന്തായിരുന്നു, അതിൻ്റെ ആഴങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് എളുപ്പമാണ്. ഇതാണ് കാലാനുസൃതമായ വായന എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ആഴങ്ങളിലേക്കും ആഴികളിലേക്കും കാലത്തിനനുസരിച്ച് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നിടത്താണ് ഖുർആനിനെ കാലത്തിനോടൊപ്പം സഞ്ചരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ ഖുർആനിനെ പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ വഴിത്താരകൾ ഖുർആൻ കൊണ്ട് ധന്യമാക്കാൻ സാധിക്കണം. നമുക്ക് വെറുതെയുള്ള പഠനമല്ല, വെറുതെയുള്ള വായനകളല്ല. അതിനോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ വെളിച്ചമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിനെ ഇമാമാക്കി നിർത്താൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഖുർആൻ പറയുന്നത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ബലവത്തായ ഒന്നിലേക്ക്, ഏറ്റവും ചൊവ്വായ ഒന്നിലേക്കാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നിങ്ങളെ നയിക്കുന്നത്. എന്താണ് ഈ ചൊവ്വായ കാര്യം? ഏതാണ് ഈ ബലവത്തായ കാര്യം? വിശ്വാസപരമായി ഈ സംഘടന കീഴിൽ അണിനിരന്നു എന്നുള്ളതാണോ ഹിദായത്ത് കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? അല്ല. ഏറ്റവും ബലവത്തായ ഒന്ന് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വിശ്വാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ധാർമ്മിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സാമൂഹ്യ മേഖലയിലും വ്യക്തിമേഖലയിലും കുടുംബജീവിതത്തിലും അങ്ങനെ ഞാനും നിങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏതേത് മേഖലയിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ സ്വീകരിക്കലും പ്രാവർത്തികമാക്കലുമാണ് ആ പറയുന്ന ഹിദായത്ത്. അതാണ് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ബലവത്തായ ഒന്നിലേക്ക് നയിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കുന്നിടത്താണ് ഒരു നല്ല മുസ്ലിം ജനിക്കുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്നൊരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ഖുർആനിനെ ഈ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയണം. ഞാനും നിങ്ങളുമായി ബന്ധപ്പെടുന്ന സർവ്വ മേഖലകളും സകല മേഖലകളും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിനെ ചേർത്ത് നിർത്തി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് ഖുർആനിൻ്റെ പഠനം കൊണ്ട് എനിക്കും നിങ്ങൾക്കും മാറ്റമുണ്ടാവുക. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെ ഒരു മാറ്റം എനിക്കുണ്ടായിട്ടുണ്ടോ? ആരുടെ മുമ്പിലും ഞാനൊരു മുസ്ലിമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന മനോബലം നമുക്ക് ഖുർആനിൻ്റെ പഠനം കൊണ്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു സംഗമം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചിന്ത. എൻ്റെ വസ്ത്രധാരണത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ കുടുംബ മേഖലയിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ആരാധനകളിൽ, അങ്ങനെ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതേതു മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെയും അള്ളാഹുവിൻ്റെ ഖുർആനിനെ ഇമാമാക്കി നിർത്തി മുന്നോട്ട് പോവാൻ
എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്ത്, അങ്ങനെ പുനഃപരിശോധിക്കുന്നിടത്ത് നമ്മുടെ മാർക്ക് എത്രയാണ് എന്ന് സ്വന്തം വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് പലപ്പോഴും പലരും വളരെ താഴെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ QLSന് പങ്കെടുത്തത് കൊണ്ട് കാര്യമില്ല, അങ്ങനെ ഖുർആൻ പഠിതാക്കളായത് കൊണ്ട് കാര്യമില്ല. നമ്മൾ നേടിയ അറിവുകൾ, നമ്മൾ പഠിച്ചെടുത്ത ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ, ആയത്തുകൾ ജീവിതത്തിൻ്റെ പ്രവർത്തന പദങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നിടത്താണ് ഖുർആൻ പഠനം അർത്ഥവത്താകുന്നത്. അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വല്ലാത്തൊരു ചോദ്യമാണത്. സത്യവിശ്വാസികൾ അഭിസംബോധന ചെയ്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്ന ഒരു കാര്യം, തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നത്. QLS ക്ലാസ്സിൽ വന്നിരുന്ന് അള്ളാഹുവിൻ്റെ ദിക്റുകൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ പഠിക്കുമ്പോൾ മനസ്സുകൾ ശാന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഖുർആൻ കൊണ്ടല്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാവുക? ഇല്ല, മറ്റൊന്നിനെ കൊണ്ടും സാധ്യമല്ല. ജോലിസ്ഥലത്തുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നിങ്ങളുടെ സാമൂഹികപരവും വ്യക്തിപരവുമായ ജീവിതത്തിന് ഇടയ്ക്ക് നിങ്ങൾ അനുഭവിക്കുന്ന സകലമാന പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധികൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അയ്യൂബ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും പ്രവാചകന്മാരുടെയും ചരിത്രം പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ, ആഴങ്ങളിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതുകൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സുകൾ ശാന്തമായി തീരുക എന്നാണ്. അതുകൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരാൻ, ജീവിതത്തെ അർത്ഥവത്തായ ഒരു രൂപത്തിലേക്ക്, ഒരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് സാധിക്കണം. ആ രൂപത്തിലുള്ള പഠനങ്ങളാണ് നടക്കേണ്ടത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പലപ്പോഴും ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പറയുകയും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളും വീണ്ടും വീണ്ടും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരേണ്ട ഒരുപാട് നന്മകൾ, ഒരുപാട് ചിന്തകളുണ്ട്. നമ്മളെ പരിവർത്തിപ്പിക്കുന്ന രൂപത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും അങ്ങനെ കേൾക്കുമ്പോഴും സൗകര്യപൂർവ്വം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ആയത്തുകളെ മറന്നു കളയുകയാണ് മനുഷ്യൻ. മരണത്തെക്കുറിച്ചുള്ള ചിന്തകളില്ലാതെ, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തകളില്ലാതെ, അള്ളാഹുവിൻ്റെ പരലോകത്തെക്കുറിച്ചുള്ള ബോധമില്ലാതെ എത്ര കേട്ടതാ നമ്മൾ ഈ ആയത്തുകളൊക്കെ, എത്ര പഠിച്ചതാ നമ്മൾ. പക്ഷെ സൗകര്യപൂർവം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ഈ പറയുന്ന ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം മറന്നു കളയുകയാണ്. അവനോട് പടച്ചറബിൻ്റെ ഒരു ചോദ്യമുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും ഖബസ, ദുനിയാവിൽ അല്പമൊക്കെ കളിച്ച് ചിരിച്ച് ദുനിയാവിൻ്റെ ആസ്വാദനങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചു മരിക്കാമെന്ന് നീ കരുതിയിട്ടുണ്ടോ? അഫഹസിബ്തും അന്നമാ ഖലഖനാകും ഖബസ, വെറുതെ അങ്ങ് വിട്ടേക്കുകയാണെന്ന് നീ കരുതിയിട്ടുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്നിലേക്ക് മടക്കപ്പെടുകയും ഇല്ല എന്നാണോ നീ കരുതിയിരിക്കുന്നത്? അങ്ങനെയാണ് ചില മനുഷ്യരുടെ സ്വഭാവം, അങ്ങനെയാണ് ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ. അവർക്ക് മരണത്തെക്കുറിച്ച് ചിന്തയില്ല, പരലോകത്തെക്കുറിച്ച് ബോധമില്ല, ദുനിയാവിനപ്പുറത്തുള്ള രക്ഷാശിക്ഷകളെക്കുറിച്ചുള്ള തിരിച്ചറിവുകളില്ലാതെ മനുഷ്യനങ്ങ് ഈ ദുനിയാവിൻ്റെ പളപളപ്പിൽ അഭിരമിക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും വാർത്തകളും നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കിടയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ, അവർക്കിടയിൽ നിന്ന് മാറി നടക്കുവാൻ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക്, അങ്ങനെ ഒരു ഊർജത്തിലേക്ക്, അങ്ങനെ ഒരു ആർജവത്തിലേക്ക്, ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു വശത്തേക്ക്, ഒരു ഭാഗത്തേക്ക് ചലിക്കാൻ, അള്ളാഹുവിൻ്റെ പരലോകത്ത് സ്വർഗീയ ആരാമങ്ങളിൽ അഭിരമിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ
ഈ ദുനിയാവിൻ്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് ജീവിതം കൊണ്ട് പരിശ്രമിക്കാൻ സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ QLSൻ്റെ ക്ലാസ്സുകൾ, സംഗമങ്ങൾ പല സ്ഥലത്തും നടന്നിരുന്നതായിട്ട് പലപ്പോഴും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും പാരമ്പര്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ് അതിൽ വല്ലാത്ത അഭിമാനം കൊള്ളുന്ന, അതിൽ പുളങ്കിതരാവുന്നവരാണ്. അതിനപ്പുറത്തേക്ക് QLS കൃത്യമായി നടന്നു വന്നിരുന്ന പല ശാഖകളിലും ഇന്ന് നടക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട്. ആളില്ലാഞ്ഞിട്ടല്ല, ആളുകളൊക്കെയുണ്ട്. നമ്മളൊന്ന് കൂടിയിരിക്കാത്തതിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലും മുടങ്ങിപ്പോയിട്ടുണ്ട്. ഒരു മണിക്കൂർ, ആഴ്ചയിൽ 1 മണിക്കൂറാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങളോട് ചോദിക്കുന്നത്. അതെങ്കിലും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ അള്ളാഹിൻ്റെ മുൻപിൽ നമ്മൾ മറുപടി പറയുക? എങ്ങനെയാ കാലിൻ്റെ മുട്ടുകൾ ഇടിക്കാതെ പടച്ചറബിൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കാൻ കഴിയുക? അതുകൊണ്ട് ഒരാഴ്ചയിൽ 1 മണിക്കൂർ ഖുർആൻ പഠനത്തിനു വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസ്ഥാപിതമായ കാലാനുസൃതമായ പഠനങ്ങൾക്ക് വേണ്ടി, അതാണ് QLS ക്ലാസ്സുകളിലൂടെ നടക്കുന്നത്. അതിനുവേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനൊരു നിയ്യത്തുമായിട്ടായിരിക്കണം നിങ്ങൾ ഈ ചേംബർ ഹാൾ വിട്ട് പുറത്തു പോവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.